മഞ്ജു വാര്യരേക്കാൾ പോപ്പുലാരിറ്റി കാവ്യ മാധവന്. വളരെ ചൂടേറിയ ചർച്ചയായി ആ 4 നടിമാരുടെ ചിത്രം. ഒരു കാലത്ത് മലയാള സിനിമാ രംഗത്തുള്ള തിരക്കേറിയ നായികമാരായിരുന്നു മഞ്ജു വാര്യറും ദിവ്യ ഉണ്ണിയും. ഇരുവരും തമ്മിൽ പരസ്പര മത്സരം തന്നെ ഉണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ഗോസിപ്പുകൾ അന്ന് ഇൻഡസ്ട്രിയിൽ സജീവമായിരുന്നു. വിവാഹശേഷം ഇരു താരങ്ങളും അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നാൽ ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ പ്രധാന നടിമാരിൽ ഒരാളായി മാറി. ദിവ്യ ഉണ്ണിയാകട്ടെ നൃത്തരംഗത്ത് ഇപ്പോൾ സജീവമായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി എന്നിവർക്കൊപ്പം ചഞ്ചൽ, ജോമോൾ എന്നിവർ നിൽക്കുന്ന ഒരു ചിത്രം വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമ ഇവരുടെ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് കണ്ണൂർ അജു എന്നയാൾ ഫേസ്ബുക്കിലെ പ്രമുഖ സിനിമ ആസ്വാദക കൂട്ടായ്മയായ സിനിഫൈലിൽ പങ്കുവച്ച പോസ്റ്റിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഈ അവസരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ചിത്രം പലരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും പോസ്റ്റ് പങ്കുവച്ചയാളുടെ അഭിപ്രായത്തോട് പലരും യോജിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മഞ്ജുവിനെ കുറിച്ചും ദിവ്യയെക്കുറിച്ചും ഏതാണ്ട് പറഞ്ഞത് ശരിയാണ്. ജോമോൾ നായികയായി അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ചഞ്ചലാകെ 3 സിനിമ മറ്റോ ചെയ്തിട്ടുള്ളൂ. മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, ശാലിനി, കാവേരി, ഒപ്പം വാണി വിശ്വനാഥ്, അതായിരുന്നു മഞ്ജുവിന്റെ ആ കാലഘട്ടത്തിലെ നായിക നിര എന്നാണ് ദേവിക എന്ന കുട്ടി മറുപടിയായി കുറിച്ചത്. അങ്ങനെ തന്നെയാണോ നിങ്ങൾക്കും തോന്നുന്നത്? 1996, 99 മഞ്ജുവിന്റെ കാലഘട്ടം തന്നെയായിരുന്നു മലയാള സിനിമയിൽ. പല സിനിമകളിലും നായകനേക്കാൾ മഞ്ജു എന്ന അഭിനേത്രി സ്കോർ ചെയ്തു. വിവാഹശേഷം വന്ന പുതിയ നായികമാരെ മഞ്ജുവിനെ വെച്ച് വിലയിരുത്തുമായിരുന്നു. വാണി വിശ്വനാഥ്, മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, കാവേരി, ശാലിനി, ജോമോൾ, 95 മുതൽ 99 വരെ ഇവർ ആയിരുന്നു ലീഡ്. ചഞ്ചലൊന്നും അതിൽ വരുന്നതേയില്ല. സിനിമയോട് വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു ചഞ്ചൽ. ഈ കോളം ഫുൾ ആക്കണമെങ്കിൽ ഉർവശി ചേച്ചിയുടെ ഫോട്ടോ കൂടി ആഡ് ചെയ്യണം. ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം പ്രതിഭകളുടെ സിനിമകൾ വരുന്ന കാലമായിരുന്നു. ഇന്നത്തെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് കമന്റിൽ വരുന്നത്. എന്തു തന്നെയായാലും വിധി എഴുതേണ്ടത് പ്രേക്ഷകർ തന്നെ എന്നതിൽ വാസ്തവമുണ്ട്.